ദൈവത്തെ പല പേരുകളിൽ നാം വിശേഷിപ്പിക്കാറുണ്ട്. കരുണ, സ്നേഹം, സത്യം, നീതി. ദൈവം ഇതെല്ലാമാണ്, യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴുകൻ്റെയും കഴുതയുടെയും ആ കഥയെ സംബന്ധിച്ചുള്ള ചിന്തകൾ കേട്ടതിന് ശേഷം ഒരാളിനോട് ചോദിച്ചു, ദൈവം കരുണയുള്ളവനാണ്, ദൈവം കരുണയാണ്, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ആ കഴുകനോട് കരുണ കാണിച്ചില്ല? ദൈവത്തിനറിയാമായിരുന്നല്ലോ ഈ കഴുകൻ്റെ കാലുകൾ അതിനുടനെ പിൻവലിക്കാൻ സാധിക്കില്ല എന്നും, അതുകൊണ്ട് നേരത്തെ തന്നെ കഴുകൻ അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് കഴുകനോട് ദൈവത്തിന് പറയാമായിരുന്നുവെന്നും, അങ്ങനെ കഴുകൻ രക്ഷപ്പെട്ടേനെയെന്നും ദൈവം എന്തുകൊണ്ട് ആ കഴുകനോട് കരുണ കാണിച്ചില്ല? അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവത്തിൻ്റെ കരുണ എന്താണ് എന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഈ സംശയം നിങ്ങൾക്ക് വന്നത്. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ കഴുകന് വിശന്നപ്പോൾ അതിന് ആവശ്യമുള്ള ആഹാരം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അത് വിശന്ന് വലഞ്ഞ് അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുവാൻ ദൈവം അനുവദിച്ചില്ല, എന്ന് ദൈവം കരുണ കാണിച്ചില്ല. അതിനാണ് ദൈവം കരുണ കാണിച്ചത്. പക്ഷേ കഴുകൻ്റെ സ്വയംകൃതാർത്ഥം, അതായത് ആവശ്യമുള്ള വിശപ്പടക്കാനുള്ള ആഹാരത്തിന് അപ്പുറത്തേക്ക് അതിനോട് കിട്ടാവുന്ന അത്രയും ഭക്ഷിച്ച് എന്നുള്ള ആ ഒരു അത്യാഗ്രഹം വന്നപ്പോൾ ദൈവത്തിൻ്റെ കരുണ അവിടെ തമസ്കരിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്വയം നിഷേധിച്ചു. ദൈവത്തിന് മനുഷ്യരോടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ യുണീക്ക്നെസ് എന്ന് പറയുന്നത്, ദൈവത്തിനും മനുഷ്യനോടും ദൈവത്തിൻ്റെ സൃഷ്ടവസ്തുക്കളോടും സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെയാണ്, യാതൊരു സംശയമില്ല. ആ സ്നേഹം നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏത് വഴി തിരഞ്ഞെടുക്കാനും ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. മനുഷ്യൻ്റെ തീരുമാനത്തെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല. മനുഷ്യന് വെച്ച് വിളമ്പിക്കൊടുക്കുന്ന, തീരുമാനങ്ങൾ വെച്ച് വിളമ്പിക്കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല ദൈവം. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് പിന്നെ സ്വതന്ത്രമായിട്ട് ഒന്നും ചിന്തിക്കുവാനോ ഒരു തീരുമാനം എടുക്കുവാനോ ഒരു പ്രവൃത്തി ചെയ്യുവാനോ സാധിക്കുകയില്ല. അങ്ങനെയുള്ളവരെ നമ്മൾ അടിമകൾ എന്നല്ല പറയുന്നത്. ദൈവം മനുഷ്യനെ അടിമയാക്കാൻ ആഗ്രഹിച്ചില്ല, സുഹൃത്താക്കാൻ, സഹോദരരാക്കാൻ ഒക്കെ ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സുഹൃത്തിനും സഹോദരർക്കും ഒക്കെയുള്ള, മക്കൾക്കും ഒക്കെയുള്ള, അതെ മക്കളാവാനായിട്ട് മക്കൾക്കും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൂടി കൊടുക്കണ്ടേ? ആ സ്വാതന്ത്ര്യമാണ് ദൈവം അനുവദിച്ച് നൽകിയിട്ടുള്ളത്. പക്ഷേ ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്നത് എങ്ങനെ വേണം എന്നുള്ളത് ദൈവം ഇടപെടില്ല. അത് മനുഷ്യന് വിട്ടുകൊടുത്തു. സ്വതന്ത്രമായി തീരുമാനം എടുക്കാനുള്ള അവകാശം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അവകാശമാണ്. ആ അവകാശങ്ങളെ കൂടി ദൈവം എടുത്തിരുന്നുവെങ്കിൽ പിന്നെ ദൈവത്തിന് മനുഷ്യനോട് ഒരു സ്നേഹവും ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം മനുഷ്യനെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ മനുഷ്യന് ആവശ്യമായിട്ടുള്ള ആ ഫ്രീഡം അതും കൂടെ അനുവദിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫ്രീഡം ദൈവം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫ്രീഡത്തിൻ്റെ വിനിയോഗത്തിലാണ് മനുഷ്യൻ നാശമോ രക്ഷയോ നന്മയോ തിന്മയോ ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. അതിന് ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. അതിനാണ് നമ്മൾ സ്വയംകൃതാനർത്ഥം. അവനവൻ്റെ സ്വതന്ത്രമായ തീരുമാനം, ഓപ്ഷൻസ് ദൈവം മുമ്പിൽ വച്ചിട്ടും അവനവൻ്റെ സ്വതന്ത്രമായ തീരുമാനത്തിൻ്റെ പേരിൽ വന്നു ചേരുന്ന ഭവിഷ്യത്തുകൾക്ക് ദൈവത്തിൻ്റെ ചുമലിൽ പഴിച്ചാരരുത്. അത് അവനവൻ ക്ഷണിച്ചു വരുത്തിയതാണ്. ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങൾക്ക് ദൈവത്തെ പഴിക്കാതെ ദൈവം തന്ന സാഹചര്യങ്ങളും സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ട് നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും നടന്നു നീങ്ങുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.